കഴിഞ്ഞ 58 വർഷത്തിനിടയിൽ 5290 കോടി ഗർഭനിരോധന ഉറകളാണ് HLL നിർമ്മിച്ചത്. ഗർഭനിരോധന ഉറ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടറികളിലൊന്നാണ് HLLന്റെ പേരൂർക്കട ഫാക്ടറി. സർക്കാരിന്റെ വിവിധ കുടുംബാസൂത്രണ പദ്ധതികൾക്ക് ഉസ്താദ്, രക്ഷക് തുടങ്ങിയ ബ്രാൻഡുകൾ HLL വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ HLLന്റെ വാണിജ്യ ബ്രാൻഡ് മൂഡ്സും ഇവിടെ നിർമ്മിക്കുന്നു. 87ലധികം രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് ഗർഭനിരോധന ഉറകൾ കയറ്റി അയക്കുന്നുണ്ട്. ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് പേരൂർക്കടയിലെ ഫാക്ടറിയിൽ സംഘടിപ്പിച്ചത്. എത്രമാത്രം ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രിവെൻഷനാണ്. അത് പ്രതിരോധിക്കുക എന്നുള്ളതാണ്, വരാതെ നോക്കുക എന്നുള്ളതാണ്. അതിൽ HLL പോലെ ഒരു സ്ഥാപനത്തിന് HLLന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പേരൂർക്കടയ്ക്ക് പുറമെ കർണാടകയിലെ കനകലയിലും കൊച്ചിയിലും HLLന്റെ ഫാക്ടറികളിൽ എയ്ഡ്സ് ദിനാചരണങ്ങൾ നടന്നു. ജിബിൻ ജിബി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗൂഗിളാണ് ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കുക. ഗൂഗിളെ, ഈ 5000 കോടിയിലേറെ ഗർഭനിരോധന ഉറകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ഥാപനം, അത് ഒരുപക്ഷെ ലോകത്തേക്ക് വഴി 87 രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി എന്ന് പറയുമ്പോൾ വാണിജ്യതലത്തിൽ കൂടി വലിയ നേട്ടം HLL കൈവരിക്കുന്നുണ്ട്. ഒപ്പം എയ്ഡ്സ് നിരോധനം എന്ന നിലയിൽ കൂടി HLLന്റെ പങ്ക് വളരെ വലുതാണ്. എങ്ങനെയാണ് അവർ ഈ ദിനത്തിൽ തങ്ങളുടെ പ്രവർത്തനത്തെ ഒന്നടങ്കം വിലയിരുത്തുന്നത്? കൂടുതൽ പുതിയ മേഖലകളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ടോ HLL? ദിവിഷ, HLL അതിന്റെ പ്രയാണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇത്തരത്തിൽ ഈ ഗർഭനിരോധന ഉറകളിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റു പല പ്രൊഡക്റ്റുകളുമുണ്ട്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക്, ലാറ്റക്സ് ഉൽപ്പന്നങ്ങൾ, അങ്ങനെ പലതിലേക്കും കമ്പനി ചുവട് വെച്ചിട്ടുമുണ്ട്. ആ വെച്ച ചുവടുകളൊക്കെ തന്നെ വിജയത്തിലുമായിരുന്നു. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം, HLL എന്ന കമ്പനിയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുക സമൂഹ മാധ്യമങ്ങളിലെ ചില പോസ്റ്റുകളൊക്കെ ആയിരിക്കാം. അതായത് 80ലധികം രാജ്യങ്ങളിലേക്ക് കോണ്ടം കയറ്റുമതി ചെയ്യുമ്പോൾ, അതായത് ഗർഭനിരോധന ഉറകൾ കയറ്റുമതി ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്നത് തിരുവനന്തപുരത്താണ്, നമ്മുടെ തലസ്ഥാന അതുണ്ടാക്കുന്ന ഫാക്ടറി പേരൂർക്കടയിലെ HLLന്റെ ഫാക്ടറിയാണ്. മറ്റ് ഫാക്ടറികളിലും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും പ്രധാനമായും ഉൽപാദന കേന്ദ്രം പേരൂർക്കടയിലെ ഫാക്ടറിയിൽ തന്നെയാണ്. എന്തായാലും അവരുടെ ആഘോഷം നമ്മൾ ഇത്തവണ, അതായത് എയ്ഡ്സ് ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളും ഒപ്പം ആ ഒരു പ്രചരണവും ഒക്കെ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അത് മാത്രം വാർത്തയാക്കുന്നുണ്ടൊരു ചോദ്യം വരുമ്പോൾ, എന്തായാലും HLLനെ പറ്റി എടുത്തു പറയേണ്ടത് ഒരു പക്ഷേ മലയാളിക്ക് മുൻപിൽ ഇത്തരത്തിലൊരു മാതൃകയായിക്കൊണ്ട് ലൈംഗിക വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് മലയാളിയെ മാറ്റി ചിന്തിച്ച ഒരു പ്രസ്ഥാനമാണ് HLL. അങ്ങനെയാണ് ആ പ്രസ്ഥാനം മുൻപോട്ട് പോകുന്നതും ഇത്തരത്തിൽ വലിയ വിജയത്തിലേക്ക് പോകുന്നതും. എന്തായാലും ഒരു കാലത്ത് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ മറ്റ് ബന്ധങ്ങൾ വഴി ഉണ്ടാകുന്ന, ലൈംഗിക ബന്ധങ്ങൾ വഴി ഉണ്ടാകുന്ന രോഗങ്ങൾ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരുന്ന ഒരു സമയത്ത്, ഗർഭനിരോധന മാർഗങ്ങളെ പറ്റിയോ അതിനെപ്പറ്റിയോ കൂടുതൽ അറിയാതിരുന്ന ഒരു സമയത്ത് അത്തരത്തിലൊരു കമ്പനിയാണ് ഇത്തരത്തിൽ മലയാളിയെ കൂടുതൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന് പ്രേരിപ്പിച്ചതും അത് അത്തരത്തിലൊരു വിദ്യാഭ്യാസം വേണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം മലയാളിക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പുതിയ പ്രോഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും, അതായത് ഇപ്പോൾ ഇന്ത്യ തന്നെ ഞാൻ പറഞ്ഞില്ലേ ജനസാന്ദ്രതയിൽ വലിയ രീതിയിൽ മുൻപോട്ട് പോകുന്നു. ഒപ്പം മറ്റു പല രാജ്യങ്ങളിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, നമുക്ക് തന്നെ ഈ കേരളത്തിൽ തന്നെ 4 ലക്ഷത്തിൽ പരം എയ്ഡ്സ് രോഗികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അത്തരത്തിൽ എയ്ഡ്സ് മുൻപോട്ട് പോകുമ്പോൾ അതിനെ തടയിടാൻ പറ്റുന്ന ഏക മാർഗമായി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പടരാതിരിക്കാനുള്ള ഒരു മാർഗമായി കോണ്ടം എടുത്തു പറയാം, ഗർഭനിരോധന മാർഗം, ഉറ ഒക്കെ പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് പല രീതിയിൽ എയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അടക്കമുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ഗർഭനിരോധന മാർഗങ്ങൾ, ഉറകൾ, ഒപ്പം സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിന്റെ മുൻപോട്ടുള്ള പോക്കിലാണ് ഇപ്പോൾ HLL കമ്പനി പൊയ്ക്കൊണ്ടിരിക്കുന്നത്.